ആജ്ഞ രവീന്ദ്രൻ തുടരുന്നുണ്ട്. ആജ്ഞ, എന്താണ് അവിടുത്തെ സാഹചര്യം? എന്തെങ്കിലും മെച്ചപ്പെട്ടിട്ടുണ്ടോ സാഹചര്യം? ആളുകളുമായി സംസാരിക്കുന്നുണ്ടോ? പ്രതിഷേധമാണ് സജിത്ത്, ഇവിടെ പ്രതിഷേധമാണ്. ആരും സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. മീഡിയക്കാരെ ഇവിടുന്ന് മാറ്റണമെന്നാണ് ഇപ്പോഴത്തെ ആവശ്യം. അവിടുത്തെ ജനങ്ങൾ, അതായത് കിണറിന് ചുറ്റുമുള്ള ആൾക്കാരെ പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് മാറ്റിയപ്പോൾ മീഡിയക്കാർക്ക് ഇത് ശീലമില്ലാത്തതാണ്. പിന്നെ എന്തിനാണ് അവരെ അവിടെ നിർത്തുന്നത് എന്ന് ബഹളം ഉണ്ടാക്കിക്കൊണ്ട് നമ്മളെ എല്ലാവരെയും ആ ഏരിയയിൽ നിന്ന് മാറ്റിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇവിടെ ആളുകൾ വലിയ പ്രതിഷേധത്തിലാണ്. ഈ മയക്കുവെടി വെച്ച് തന്നെ ആനയെ കൊണ്ടുപോകണം എന്നൊരു ആവശ്യം തന്നെയാണ് അവരുടെ മുന്നിലുള്ളത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ അത് കയറി പോകുന്ന വഴിയിലെല്ലാം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ സ്ഥലമുടമ ഇതിന് മണ്ണ് മാന്തിയന്ത്രം കടത്തിവിടാൻ വിസമ്മതിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് സമവായത്തിലെത്തിച്ചെങ്കിൽ മാത്രമേ ഇനി മുന്നോട്ട് എന്തെങ്കിലും ചെയ്യാനാവുകയുള്ളൂ. ഇവിടുത്തെ സാഹചര്യം, ആളുകൾ ഭയങ്കര പ്രകോപിതരായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴിവിടെ ഉള്ളത്. ഇതിപ്പോ അങ്ങേയറ്റം പ്രകോപിതരായത്, അതായത് പോലീസ്, വനം വകുപ്പ്, ഇവിടെ ആ ഉദ്യോഗസ്ഥരോടൊക്കെ കയറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവർ നമ്മളെ ബലമായി മാറ്റിയ ഒരു സാഹചര്യമാണ്. അവിടുന്ന് ആ കിണറിന് ചുറ്റും, അതായത് ആന വീണിട്ടുള്ള കിണറിന് ചുറ്റും നിന്നും എല്ലാ മാധ്യമങ്ങളെയും മാറ്റിയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. സജിത്ത്, അതാണ് ഇവിടുത്തെ സാഹചര്യം. ഒപ്പം ഈ നമ്മളോടൊപ്പം അല്പം മുമ്പ് സംസാരിച്ച മന്ത്രി അടക്കം പറഞ്ഞത് മയക്കുവെടി വെക്കുക എന്ന ഓപ്ഷനൊക്കെ അവിടുത്തെ സാഹചര്യം അനുസരിച്ച് തീരുമാനിക്കേണ്ടതാണ് എന്നതാണ്. ഇവിടെ ഈ പ്രദേശത്ത് നേരത്തെയും വന്യമൃഗ ആക്രമണം, പ്രത്യേകിച്ച് ആനയുടെ ആക്രമണമൊക്കെ അതിരൂക്ഷമായിരുന്നു. നാട്ടുകാർ ആ തരത്തിൽ എത്തിയതിനു ശേഷം അങ്ങനെ എന്തെങ്കിലും പ്രതികരണം നടത്തുന്നുണ്ടോ? അതുകൊണ്ടാണോ ആളുകൾ ഇങ്ങനെ പ്രകോപിതരാകുന്നതിന് കാരണം? സജിത്ത് സൂചിപ്പിച്ചത് തന്നെയാണ് പ്രധാന കാരണം. കാരണം കഴിഞ്ഞ 8-10 വർഷമായിട്ട് എനിക്ക് ചുറ്റും ഈ ബഹളങ്ങൾ തന്നെ കേൾക്കുക. അതിലുള്ള വലിയ പ്രതിഷേധമാണ്. പശുവിനെ കൊല്ലുന്നു, അല്ലെങ്കിൽ തൊഴുത്തിൽ ഉള്ള മറ്റ് വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നു, കൃഷിവിളകൾ നശിപ്പിക്കുന്നു, ഉപജീവന മാർഗമാണ് ഇതൊക്കെ ഇവരുടെ. ആ ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ ആളുകൾ അങ്ങേയറ്റം പ്രകോപിതരാണ്. കാരണം ഇത് വർഷങ്ങളായുള്ള ഇവരുടെ ആവശ്യമാണ്. വന്യമൃഗശല്യത്തിൽ നിന്നും ഇവിടുത്തെ ഉള്ള ആളുകളെ സംരക്ഷിക്കാനുള്ള നടപടി വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം, സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ളത്. പക്ഷെ ഈ ഒരു സാഹചര്യം പലപ്പോഴും അത്തരം സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാൻ സർക്കാർ പാളിപ്പോയി എന്നുള്ള ഒരു സാഹചര്യമാണുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ആന ഇങ്ങനത്തെ എന്തെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ വരുമ്പോൾ മാത്രമാണ് മീഡിയ ആണെങ്കിലും സർക്കാരാണെങ്കിലും അല്ലെങ്കിൽ വനംവകുപ്പാണെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ അലേർട്ട് ആകുന്നത്, അതിനെപ്പറ്റി സംസാരിക്കുന്നത്. പിന്നീട് ആ വഴിക്ക് പോവുകയാണ് എന്നുള്ളതാണ് ഇവരുടെ പരാതി. ആ പരാതി കൊണ്ട് തന്നെയാണ് നമ്മൾ സമീപിച്ചവരൊക്കെ നമ്മളോടത്ത് പ്രകോപിതരായി സംസാരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോഴും നമുക്ക് ചുറ്റും ആ പ്രതിഷേധം നടക്കുന്നുണ്ട്. പോലീസിനോടും വനംവകുപ്പിനോടും ആണ് അവരുടെ പ്രതിഷേധം.